മെയിൻ ആയിട്ട് എല്ലാരും പറയുന്ന ഒരു ആരോപണമാണ് സുധിചേട്ടന്റെ ട്രോഫികളും അതുപോലെ തന്നെ സുധിചേട്ടന് കിട്ടിയ സമാഹാരങ്ങള് എല്ലാം തന്നെ ചാക്കിലാക്കി രേണുസുതി കട്ടിലിന്റെ കീഴിലാക്കി ചാക്കില് കെട്ടിവെച്ചേക്കാണ്. ഇത് പ്രശ്നമാകും. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെയാണ്. അപ്പൊ അതിനോട് ചേച്ചി പ്രതികരിക്കാനുള്ളത്. ഉത്തരം പറ. ഞാൻ അവാർഡ് കൊണ്ട് സുധിച്ചേട്ടന്റെ അവാർഡ് കൊണ്ട് തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ എടുത്തെറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കുട്ടി ഒന്ന് വന്നാൽ ഞാൻ കാണിക്കും ഞാൻ എന്താണ് അവിടെ അത് സൂക്ഷിച്ചു വെച്ചേക്കുന്നതാണോ ചുമ്മാ എറിഞ്ഞേക്കുന്നതാണോ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. വരും എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അലമാരി നോക്കാം. എല്ലാരും കമന്റ് ഇടുന്ന മിക്കവരും കഴിഞ്ഞു അലമാരിയുടെ മുണ്ടല്ലെങ്കിൽ വെക്കാൻ മേലെ കുഞ്ഞിക്കാട്ട അലമാരിയുടെ മുകളിൽ ഈ അവാർഡെല്ലാം നിരത്തി വെച്ച് ഇങ്ങനെ ഒന്ന് തുറക്കുമ്പോ ഇതനങ്ങും തലയിലും തറയിലും വീഴും. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. പിള്ളേരുടെ തലയിൽ വീഴുന്നതിന്റെ താഴെ പോകത്തില്ല. ഞാനിവിടെ ഇല്ലെങ്കിൽ ഈ റൂം അധികം അങ്ങനെ ആരും യൂസ് ചെയ്തില്ല. കുഞ്ഞന്ന് വന്ന ഞാൻ ഇല്ലാത്തപ്പം എന്തോ ഒരു ഇതിന് വന്ന. പക്ഷെ അവൻ അറിയാമോ എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇവൻ ഇത് കണ്ടുപിടിച്ചത്. എല്ലാം വിധിയുടെ വിളയാട്ടം. ഇവനെ പാത്താണ് ഞാൻ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചതാണ്. എടുത്തു കാണിക്കാം. ഇത് ഞാൻ കിടക്കുന്ന എന്റെ ബെഡിന്റെ അടിയിലല്ലേ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന അവാർഡുകൾ ഏട്ടന്റെ ഒത്തിരി ഉണ്ട്. എന്നെ കഷ്ടല്ലേ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. നോക്കിക്കോളൂ, ഇത് കണ്ടോ, ഇതാണ് ഈ കവറിനകത്താണ് ഞാൻ സൂക്ഷിച്ചേക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഒരു തട്ടുംപുറം ഒന്നും വലിയ ഇത് സൂക്ഷിക്കാൻ. ഇത് കണ്ടോ, ഇത് ഫുള്ളും ഏട്ടന്റെ അവാർഡുകളും പിന്നെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളും ഏട്ടന്റെ ഒരുപാട് ആൾക്കാര് തന്ന ഗിഫ്റ്റുകളും. ഇനി ആരും സൂത്രം കാണിച്ചാ ഓഹോ, അടിപൊളി. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയി. ഇനിയിപ്പൊ എന്നാടാ ചെയ്യാ? ആലോചിച്ചിരിക്കാൻ സമയമില്ല. എന്നതെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം. ഒരു വഴിയുണ്ട്. എന്റെ അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇടയിൽ കിട്ടിയ അവാർഡുകളാണ്. അതെല്ലാം വരുമ്പോ എന്റെ ഭാഗ്യം എടുത്ത് അവിടെ വെക്കുന്നതല്ലാതെ അതൊരു ഷോ ആയിട്ടോ ഒന്നും വെച്ചല്ല. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. മുഖം രക്ഷിക്കാൻ ഒരു വലിയ സത്യം മറച്ചു വെക്കുക, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അവാർഡ് എടുത്ത് ഞാൻ മോളിൽ വെച്ചിട്ട് സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞവളല്ല. ഇയാള് കിടന്ന് ഉരുളണ്ട. ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേനാണ്. എന്തൊക്കെ വർത്താനങ്ങളാണ് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും പറയണത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കാണ്. ഇങ്ങനെയൊരു ജന്മം. ഇതാണല്ലേ വിവാദത്തിന് ഇടയായിട്ടുള്ള ആ ഒരു കെട്ടിച്ചാക്ക്. ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് കൗസല്യ പറയൂ. നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നോർമലി ഒരു സാധനം വെക്കാൻ സ്ഥലമില്ലാതാവുമ്പം കട്ടിലിന്റെ അടി വെക്കുന്നു, അത്രേ ഉള്ളൂ. ഇതില് നല്ലത് ഉടളയ്ക്കാൻ വിഴുങ്ങി അങ്ങ് ചത്തൂടെ ചായ. എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ഗതികേട് വന്നു പോയി.